സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുകളിലുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുകളിലുണ്ട്. അവരോട് പറയുകയാ, ആ മയ്യത്ത് ഇങ്ങോട്ടെടുക്ക്. ആരാണ് ഖബറിലേക്ക് ഇറങ്ങിയത്? ഈ ലോകം പടക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീനായ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആറടി മണ്ണാകുന്ന ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ആ സ്വഹാബി വര്യന്റെ ഖബറിലേക്ക് മയ്യത്ത് താത്തി വെച്ചിട്ട് റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നു, അല്ലാഹ് ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാ റബ്ബേ, അതുകൊണ്ട് നീ ഇഷ്ടപ്പെടണമല്ലാ. ആരാ? ലോകത്തിന്റെ നേതാവ് ഖബറിലേക്ക് ഇറങ്ങിയിട്ട് റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നത്, ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നീ ഇഷ്ടപ്പെടണം റബ്ബേ. അവരൊക്കെ എല്ലാം ചെയ്തു പോയില്ലേ? ദീനിന് വേണ്ടി എല്ലാം ഒഴിവാക്കിയില്ലേ? റബ്ബിന്റെ ദീനിന് വേണ്ടി എല്ലാം മറന്നുപോയില്ലേ? എന്റെ കയ്യിലെന്തുണ്ട്? നിങ്ങളുടെ കയ്യിലെന്തുണ്ട്? ഇന്ന് രാത്രി പോയി കടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. ഇഖ്ലാസോടെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടോ? ഖുശൂഓടെ ഓതിയ ഒരു ഖത്മുൽ ഖുർആനുണ്ടോ? ആരും കാണണ്ടാന്ന് പറഞ്ഞ് കരുതിയിട്ട് കൊടുത്ത സദഖയുണ്ടോ? ഇന്ന് ഞാൻ മരിച്ച് നാളെ ഞാൻ ഖബറിലായ എനിക്ക് ദുആരക്കാൻ ആരുണ്ട്? എനിക്ക് സദഖ ചെയ്യാൻ ആരുണ്ട്? എന്നെ നല്ലത് പറയാൻ ആരുണ്ട്? എന്റെ നാട്ടുകാരുണ്ടോ? എന്റെ കൂട്ടുകാരുണ്ടോ? എന്റെ കുടുംബങ്ങളുണ്ടോ? മക്കളെത്ര കാലം ദുആ ചെയ്യും? മക്കളെത്ര സദഖ ചെയ്യും? നിങ്ങളുടെ ഉമ്മാടെ പേരിൽ ചെയ്തിട്ടുണ്ടോ? ഉപ്പാടെ പേരിൽ ചെയ്തിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, വാശികളെല്ലാം ഒഴിവാക്കണം, അഹങ്കാരം ഒഴിവാക്കണം, നല്ല വേഷവിധാനം ധരിക്കണം, സക്കാത്തുകളൊന്നും ബാക്കിയില്ലാതെ കൊടുത്തു വീട്ടണം. കയ്യിൽ പണമുണ്ടോ? ഉളുഹിയ്യത്ത് അറുക്കാതിരിക്കല്ല, സ്വർഗത്തിലേക്കുള്ള വാഹനമാണത്. മക്കളുടെ പേരിൽ അഖീഖ അറുക്കാറില്ലേ? മക്കളുടെ പേരിൽ സദഖ കൊടുക്കാറില്ലേ? മക്കളുടെ കല്യാണത്തിന് ആടറുക്കാറില്ലേ? മക്കളുടെ കല്യാണത്തിന് ബലി കൊടുക്കലില്ലേ? എല്ലാം ഉണ്ടല്ലോ, എല്ലാം വേണം വേണ്ടാനല്ല. ഒരാട് വാങ്ങിയിട്ട് നമുക്ക് ഉളുഹിയ്യത്ത് കൊടുക്കാൻ കഴിയില്ലേ? സ്വർഗത്തിലേക്കുള്ള വാഹനമല്ലേ? രക്ഷപ്പെടണ്ടേ? ഈ സദസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നീയത്താക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഒരു പള്ളിയുടെ സ്ഥലം എവിടെയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, ഒരു മദ്രസ ഉണ്ടാക്കുന്ന സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലാഹു കയ്യിൽ പണം തന്നാൽ സ്വന്തമായിട്ടൊരു പള്ളി കെട്ടിച്ചു കൊടുക്കാൻ, അല്ലാഹു കയ്യിൽ പണം തന്നാൽ സ്വന്തമായിട്ടൊരു മദ്രസ കെട്ടിച്ചു കൊടുക്കാൻ. പേരിനല്ല കേട്ടോ, പ്രശസ്തിക്കല്ല കേട്ടോ. കോടികളുടെ പള്ളി ഉണ്ടാക്കി കൊടുത്ത മനുഷ്യൻ ഉദ്ഘാടന വേദിയിൽ പോലും പേര് പറയുകയോ വന്നുകൂടുകയോ ചെയ്തിട്ടില്ലല്ലോ. സാധ്യമല്ലയോ? കോടികൾ വില വരുന്ന സ്ഥലം പരിശുദ്ധ സമസ്തയുടെ സ്ഥാപനത്തിന് കൊടുത്ത് എത്ര കോടി, 100 കോടിയോളം വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത്ര കൊടുത്തിട്ട് പോലും ഒരു സമ്മാനം സ്വീകരിക്കാൻ ആ മനുഷ്യനുണ്ടായില്ലല്ലോ. നന്മകൾ ധാരാളം ചെയ്യണം, സ്വഭാവങ്ങൾ നന്നാക്കണം. അയൽവാസികളോട് പകവെക്കരുത്, അയൽവാസികളോട് അസൂയ വെക്കരുത്. കുടുംബങ്ങളോടും അല്ലാത്തവരോടും നന്മ മാത്രം ചെയ്യുന്നവരാകണം. റബ്ബിന്റെ ഭവനമായ പള്ളി, ദീനിന്റെ ശിആറായ മദ്രസ, ഇത് വരലോടുകൂടെ ഈ നാട്ടിന് ബറക്കത്താണ്, ഈ നാട്ടിന് കാവലാണ്.